ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നല്ല അടിപൊളി ഒരു മാങ്ങയും ക്യാരറ്റും കൂടെ ചേർന്നിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അച്ചാറുകൾ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഒരുപാട് സ്പൈസസ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് കുറച്ച് അച്ചാറൊക്കെ കൂട്ടി ചോറിനുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ തന്നെ നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ നേരെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അച്ചാറുകൾ കേടുകൂടാതെ കുറച്ചധികം നാളൊക്കെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ കൂടെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുള്ള നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം. കാരണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കടുക് കരിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. വെളുത്തുള്ളി ഇപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളതായതുകൊണ്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. അച്ചാറിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി കഴിക്കാനായിട്ട് ആ ഒരു എരിവും പുളിയും എല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കുറച്ചധികം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു അരക്കപ്പിൽ താഴെയാണ് എടുത്തേക്കുന്നത്, അരക്കപ്പോളം എടുത്തിട്ടില്ല. അപ്പോൾ അരക്കപ്പിൽ താഴെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടി വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തത് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയോട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഞ്ചി ഒന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മളെടുക്കുന്ന മുളകിന് എരിവ് കുറവുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കാം. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലുള്ള എരിവിൻ്റെ ഒരു രീതിയൊക്കെ അനുസരിച്ച് നമുക്കത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പോളം പച്ചമുളകും കൂടെ 4ആയിട്ട് പൊളന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളകൊന്ന് വാടി വരുന്ന സമയത്ത് അതിൻ്റെ പുറത്തൊരു വെള്ള കളറിലുള്ള പാട് പോലെ ഇങ്ങനെ വന്ന് തുടങ്ങും, അതായത് മുളക് പൊട്ടി തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് എല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റി അതിനകത്തുള്ള വെള്ളത്തിൻ്റെ മയമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കാം. അപ്പോഴായിട്ട് നമ്മുടെ അച്ചാർ കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില നല്ലപോലെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പില ഇളക്കുമ്പോൾ തന്നെ ഒരു കിളികിലെന്നുള്ള ശബ്ദം കേട്ടു തുടങ്ങി. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് സ്പൈസസ് കുറച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധിക സാധനങ്ങളൊന്നും ചേർക്കാനില്ല. നമ്മളിത് ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും, പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പൊടിയായിട്ടുള്ള കായം അല്ലാന്നുണ്ടെങ്കിൽ കട്ടിക്കായം എടുത്ത് വറുത്ത് പൊടിച്ചതും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കായത്തിൻ്റെ പൊടി നമ്മളൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണിനെ കഴിഞ്ഞ് ഒരു അല്പം കൂടെ കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു എണ്ണയുടെ ചൂടിൽ ഇതങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്കുള്ള ബാക്കിയുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു തീയൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് അളവിലുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയൊന്ന് എടുക്കാം കേട്ടോ.
അപ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് വിനാഗിരിയുടെ അളവിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതായത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു വിനാഗിരിയിൽ നമ്മൾ ഈ ക്യാരറ്റിനെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വളരെ കുറച്ച് ക്യാരറ്റിനുള്ള ഉപ്പ് മാത്രം ജസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മാങ്ങ ഓൾറെഡി അരിഞ്ഞ് നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു വിനാഗിരിയിലിട്ട് നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ആ ഒരു വിനാഗിരിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന ആ ഒരു വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മാങ്ങ നമ്മൾ അധികം കുക്ക് ചെയ്യുന്നില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒരു മിനിറ്റ് നേരം മാത്രം നമ്മൾ ജസ്റ്റ് അടുപ്പത്ത് വെക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങയുടെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത വിനാഗിരിയുടെ ഒക്കെ അളവിനനുസരിച്ച് പുളിയും ഉപ്പും ഒക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരല്പം കൂടെ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് സ്പൈസസ് ഒന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു രീതിയിൽ അച്ചാർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മാങ്ങയും ക്യാരറ്റൊക്കെ അരിഞ്ഞെടുക്കാനുള്ള വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.